ആ വ്യക്തി നിങ്ങളുടെയാണ്, ആ സന്തതി നിങ്ങളുടെയാണ്. നിങ്ങൾ പാലക്കാട് കൊടുത്ത സന്തതിയാണ്, നിങ്ങൾ പാലക്കാട് ജയിപ്പിക്കാൻ കൊടുത്ത വ്യക്തിയാണ്. നിങ്ങൾ പാലക്കാട് ജനങ്ങളോട് പറഞ്ഞാണ് വിശ്വസിച്ചോളൂ കൊള്ളു 916 ഒരു പ്രശ്നവും എത്ര തവണ വരച്ചാലും മാറ്റി പോവില്ല എന്ന് പറഞ്ഞത് നിങ്ങളാണ്. ജനങ്ങൾക്ക് ഇട്ടുകൊടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ കൊള്ളാത്തതെന്ന് പറയുമ്പോൾ ആ സംഗതി തിരിച്ചെടുക്കണം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ബ്രെഡ് തിരിച്ചെടുക്കാറില്ലേ കമ്പനി? അതെന്തുകൊണ്ടാണ് തിരിച്ചെടുക്കണം? അത് അവർക്ക് കമ്പനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ ഈ സംഭവം ശരിയല്ല, ഈ സാധനം ശരിയല്ലെങ്കിൽ സാധനം നിങ്ങൾ തിരിച്ചെടുക്കുക. അത് കേരളത്തിലെയും പാലക്കാട് ജനങ്ങളുടെ ആവശ്യമാണ്. അത് ചോദിക്കുന്ന സമയത്ത് എന്തിനാ കെട്ട് പറഞ്ഞത്? ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് CPM-ന്റെ മന്ത്രിമാർ രാജിവെക്കണം, MLA-മാർ രാജിവെക്കണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, ഉദ്യോഗസ്ഥരെ പുറത്താക്കണം തുടങ്ങി. ഇപ്പൊ നോക്കൂ, ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയാത്ത ഏതെങ്കിലും സഭാ സമ്മേളനമുണ്ടോ? ഏതെങ്കിലും സംഭവം ഉണ്ടോ? ശരി, പ്രതിപക്ഷം പറയേണ്ടതാണ്, പക്ഷെ പാർട്ടി മെമ്പർ ആയതുകൊണ്ടല്ലോ പറയുന്നത്. അത് ഒരു ധാർമ്മികമായ ഒരു രാഷ്ട്രീയ നിലപാട് പറയുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസിന്റെ ആരുമല്ല, പക്ഷെ കേസുകൾ വരികയാണ്, നിരന്തരം വരികയാണ്. കോൺഗ്രസിന് അത് ഉന്നയിക്കാമല്ലോ, കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ ഉന്നയിക്കാമല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാധു, ഇവർ ഉന്നയിച്ചു അവർ രാജിവെച്ചില്ല, ഇവർ രാജിവെച്ചില്ല എന്ന് പറഞ്ഞു. അവർ രാജിവെച്ചില്ല, ഇവർ രാജിവെച്ചില്ല എന്ന് പറയപ്പെടുന്ന സമയത്ത് ധാർമ്മിക ഉത്തരവാദിത്തം രാഷ്ട്രീയത്തിൽ ഏറ്റുകൊടുത്തുകൊണ്ട് അവർ രാജിവെക്കണമെന്ന് ഉന്നയിച്ചവരാണ് ഇവർ. അപ്പൊ ഇവർക്ക് ആ ധാർമ്മിക ഉത്തരവാദിത്തം ഇല്ലേ? ഇവരുടെ അടുത്ത് എത്തുന്ന സമയത്ത് ധാർമ്മിക ഉത്തരവാദിത്തം ആവിയായി പോവുകയാണ്. പിന്നെ അനിൽ ബോസ് ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല അയാൾ. പക്ഷെ എന്താണ് ഇദ്ദേഹം ഇപ്രാവശ്യം ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഒരു ക്യാരക്ടർ സംസാരിക്കുന്ന ഒരു ഭാഷയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ കോൺഗ്രസിന്റെ മൊത്തമായിട്ടൊരു അവസ്ഥയാണത്. അവരെല്ലാവരും വെറുതെ പിടിച്ച പോലെ സംസാരിക്കേണ്ട ബാധ്യതയില്ലല്ലോ. അവരുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി തന്നെയാണ് അവരുടെ MLA. അവരുടെ MLA അല്ലേ? ഇപ്പൊ ഞാനൊരു ചോദ്യം ബഹുമാനായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവിനോട് ചോദിക്കുന്നത്, പാലക്കാട് ജനങ്ങൾ വെള്ളമില്ല, വെളിച്ചമില്ല, അന്നമില്ല, മെഡിക്കൽ കോളേജ് വിഷയങ്ങൾ, PHSC പ്രശ്നം, DHSC പ്രശ്നം, അവിടുത്തെ തെരുവുനായ ശല്യ പ്രശ്നം, സാധാരണക്കാരനുമായി ബന്ധപ്പെട്ട പ്രശ്നം, അവിടുത്തെ സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയം, ഈ വിഷയം പറയാൻ ഏത് ജയിലിലേക്കാ പോണ്ടേ? ഏത് ജയിലിലേക്കാ പോണ്ടേ? അതിനെ ധാർമ്മികമായി കോൺഗ്രസ് അംഗീകരിക്കോ ഇല്ലയോ? ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് മെക്കിട്ട് കയറിയിട്ട് കാര്യം? രണ്ടാമത്തെ കാര്യം, സ്വപ്ന സുരേഷ് കടന്നുപോയത്. സ്വപ്ന സുരേഷ് കടന്നുപോയ സമയത്ത് ഇതേപോലെയുള്ള ചർച്ചകളിൽ ഇതിനെതിരെ ശക്തമായി പറഞ്ഞിട്ടുണ്ടെന്നേ. അത് ശരിയല്ലെന്ന് നിങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ചർച്ചകളിൽ ഇരുന്നിട്ട്. അപ്പൊ അതേ നിലപാട് ഈ വിഷയത്തിൽ വന്ന സമയത്ത് നിങ്ങൾ എന്താ എടുക്കാത്തതെന്ന ചോദ്യം. ആ ധാർമ്മികമായിട്ട് രാജിവെക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്ന നിരവധി ആളുകൾ ആവശ്യം ശരിയാണ്. ആ ശരിയാകുന്ന സമയത്ത് ഇതേ വ്യക്തിയുടെ ആവശ്യവും ശരിയാകേണ്ടതില്ലേ? ആ ധാർമ്മികത ഇതേ വ്യക്തിയുടെ കാര്യത്തിൽ കോൺഗ്രസ് എടുക്കേണ്ടതില്ലേ? കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചു വന്ന സമയത്ത് ആ ജനങ്ങളോട് ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എങ്കിൽ ആ രാജി ചോദിച്ചു വാങ്ങാനുള്ള ബാധ്യതയും നട്ടലും നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടി കാണിക്കണ്ടേ? അല്ലാണ്ട് കോൺഗ്രസ് പ്രദേശ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? കേരള പ്രദേശ് പാർട്ടി കൃത്യമായിട്ട് അത് ഉത്തരവാദിത്തം നിറവേറ്റിയില്ല എന്നുള്ളതാണ് പാലക്കാട് ജനങ്ങളും കേരളത്തിലെ ജനങ്ങളുടെയും ആവശ്യം. കുരുത്തം കെട്ടുപോയി എന്ന് പറഞ്ഞാൽ കുരുത്തം കെട്ടവന്റെ ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ട്, ജനങ്ങളുടെ ജനാധിപത്യത്തെ ജയിപ്പിക്കാൻ ഇട്ടുകൊടുത്തിട്ട് അത് ഞങ്ങൾ ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം ആ വ്യക്തി നിങ്ങളുടെയാണ്, ആ സന്തതി നിങ്ങളുടെയാണ്. നിങ്ങൾ പാലക്കാട് കൊടുത്ത സന്തതിയാണ്, നിങ്ങൾ പാലക്കാട് ജയിപ്പിക്കാൻ കൊടുത്ത വ്യക്തിയാണ്. നിങ്ങൾ പാലക്കാട് ജനങ്ങളോട് പറഞ്ഞാണ് വിശ്വസിച്ചോളൂ കൊള്ളു 916 ഒരു പ്രശ്നവും എത്ര തവണ വരച്ചാലും മാറ്റി പോവില്ല എന്ന് പറഞ്ഞത് നിങ്ങളാണ്. അപ്പൊ മാറ്റി പോവാത്ത വ്യക്തി ഈ മാറ്റി പോയ സമയത്ത് അത് ചെമ്പ് പോലും അല്ല എന്ന് തെളിയിച്ച സമയത്ത് അത് തിരിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അല്ലാണ്ട് അങ്ങനെ എറിഞ്ഞ സമയത്ത് അത് പൊട്ടയാണെന്ന് പറഞ്ഞാൽ തിരിച്ചോടുന്ന പരിപാടിയല്ല. അത് മിന്നാരൻ സിനിമയിലെ ഒരു ജഗദീന്റെ പുറത്ത് ഒരു ബോംബ് എറിഞ്ഞിട്ട് പട്ടി തിരിച്ചോടുന്നില്ലേ? ജഗതിയോ അങ്ങനെ ഒരു സീനില്ലേ? ആ സീൻ പോലെ ആകരുത്. ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ട് നിങ്ങൾ തിരിച്ചോടുക. അത് ഉപയോഗിക്കാൻ കൊള്ളാത്തതെന്ന് പറയുമ്പോൾ അത് പറ്റില്ല. ജനങ്ങൾക്ക് ഇട്ടുകൊടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ കൊള്ളാത്തതെന്ന് പറയുമ്പോൾ ആ സംഗതി തിരിച്ചെടുക്കണം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ബ്രെഡ് തിരിച്ചെടുക്കാറില്ലേ കമ്പനി? അതെന്തുകൊണ്ടാണ് തിരിച്ചെടുക്കണം? അത് അവർക്ക് കമ്പനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ ഈ സംഭവം ശരിയല്ല. ഈ സാധനം ശരിയല്ലെങ്കിൽ സാധനം നിങ്ങൾ തിരിച്ചെടുക്കുക. അത് കേരളത്തിലെയും പാലക്കാട് ജനങ്ങളുടെ ആവശ്യമാണ്. അത് ചോദിക്കുന്ന സമയത്ത് എന്തിനാ കെട്ട് പറഞ്ഞത്? അനിൽ ബോസ് അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ആളല്ലല്ലോ, നിങ്ങൾ അങ്ങനത്തെ ഒരു രാഷ്ട്രീയക്കാരനും അല്ലല്ലോ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ കാര്യം കൃത്യമായി പഠിക്കണ്ടേ? പകരം നിങ്ങൾ ഈ ചർച്ചയിൽ പറയേണ്ടത്, ബഹുമാനായ അനിൽ ബോസ്, നിങ്ങൾ എന്നെക്കാളും സീനിയർ രാഷ്ട്രീയക്കാരനാണ്. അങ്ങോട്ട് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടിയോട് ഞാൻ ആവശ്യപ്പെടും. എന്ത്? ഈ MLA സ്ഥാനം രാജിവെപ്പിക്കണം, രാജി ചോദിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടും. വെക്കുമോ വെക്കില്ല എന്ന് എനിക്കറിയില്ല, പക്ഷെ ചോദിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടിക്ക്. അത് പാലക്കാട് ജനതയോടുള്ള നീതിയാണ് എന്ന് ഞാൻ ആവശ്യപ്പെടുമെന്ന് പൊതുസമൂഹത്തിനോട് പറയാനുള്ള ഉത്തരവാദിത്തം ഒരു നേതാവെന്ന രീതിയിൽ അങ്ങേക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങ് അത് ചെയ്തില്ല എന്നുള്ളത് വളരെ വിഷമകരമായ കാര്യമാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ഈ കാര്യം ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ വെക്കട്ട് കാര്യം.